കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നു. 3 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ഈ മാസം 12-ന് നടക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. 2017 കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് 2018 കൊപ്പത്ത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും തുടങ്ങി. കരിങ്ങനാട് കുണ്ടിലുള്ള വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം. സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ലഭ്യമാവാതിരുന്നതിനാൽ പുതിയ കെട്ടിട നിർമ്മാണം നീണ്ടു. തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പുലാശ്ശേരിയിലെ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. 2022 ഇതിന്റെ നടപടികൾ പൂർത്തിയായിരുന്നു. 3 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എറണാകുളം ആസ്ഥാനമായുള്ള കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുക. കൊപ്പം, കുരുക്കലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷന്റെ പരിധി. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിന് സമീപത്ത് റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 12-ന് ഉച്ചയ്ക്ക് 2:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വരാത്തതുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളുമൊക്കെ 2018 വരെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അത്രയും ജനങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കൊപ്പത്ത് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉണ്ടായി. 2016 ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ കൊപ്പം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ 5 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് യാഥാർത്ഥ്യമാകാൻ ഓരോ വർഷമാവുമ്പോഴും 2018 വരെ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അതുപോലെ പത്രങ്ങളിലുമൊക്കെ ആളുകൾ കൊപ്പം പോലീസ് സ്റ്റേഷൻ എവിടെ എന്ന് ചോദിച്ചിരുന്നു. 2018 ഓഗസ്റ്റ് 13-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നല്ലൊരു ടീം അന്ന് തന്നെ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് ജനങ്ങളിലേക്ക് ആ പോലീസ് സ്റ്റേഷൻ വന്നത് കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള സംവിധാനമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് പട്ടാമ്പി ഫയർ സ്റ്റേഷൻ മറ്റൊരാവശ്യമായിരുന്നു, അതും യാഥാർത്ഥ്യമാക്കി. ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കിയപ്പോൾ 2നും കെട്ടിടങ്ങൾ ആവശ്യമാണ്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലേക്ക് ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും ബഡ്ജറ്റിൽ ഒരു നിശ്ചിത തുക MLA-മാർക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി തരും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. സാബിറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ബീന, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം.